പടിപടിയായിട്ടാണ് എൻ്റെ പൊളിറ്റിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഞാൻ തേവര കോളേജിലെ KUCന്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ 2 തവണ ആയി വിജയിച്ച് കയറിയ ആളാണ്. കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരുന്നു. അതിനുശേഷം അസംബ്ലി കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു, തെരഞ്ഞെടുപ്പിലൂടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി, NSU നാഷണൽ കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു. നമ്മൾ KUCന്റെ സംഘടനാ പ്രവർത്തനങ്ങളാകുന്നു ജില്ലാ പ്രസിഡന്റ് കാര്യങ്ങളായി ഒരു സംസ്ഥാന പ്രസിഡന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അല്പം കൂടെ നല്ല രീതിയിലേക്ക് വിസിബിലിറ്റി വരുന്നുണ്ട്. നമ്മൾ നിരന്തരം മീഡിയാസിൻ്റെ മുൻപിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ അല്പം കൂടെ ആ രീതിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സൈബർ ഹാൻഡിൽ ഞാൻ KSU സംസ്ഥാന പ്രസിഡൻ്റായി വരുമ്പോൾ ഞങ്ങളുടെ KSUവിൽ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 27 ഇയേഴ്സാണ് KSUവിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേത് നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കണം. പക്ഷേ ഞങ്ങളുടെ മുൻപുള്ള കമ്മിറ്റി ഏകദേശം ഒരു 4-5 വർഷക്കാലം KSUവിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മുന്നോട്ട് പോയി. അതിൻ്റെ മുമ്പത്തെ കമ്മിറ്റിയും ഏകദേശം ഒരു 5-6 വർഷത്തോളം മുന്നോട്ട് പോയി. അപ്പോൾ ഈ 11 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സിംഗിൾ റീഷഫ്ലിംഗ് ആണ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ലീഡർഷിപ്പ് സ്വാഭാവികമായിട്ട് ഒരു തീരുമാനം എടുത്തു, ഏജ് റിലാക്സേഷൻ സ്വാഭാവികമായിട്ടും കൊടുക്കണം. 27 എന്നതിനെ അല്പം റിലാക്സ് ചെയ്ത് കൊടുക്കാം. അതിലും ഇതിൻ്റെ ഡിസ്കഷൻ ആരംഭിച്ച ഘട്ടത്തിൽ എനിക്ക് 27 ഈ പറയുന്ന ഏജ് ലിമിറ്റിൻ്റെ ഇന്ന് തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ ഒരു ഏജ് റിലാക്സേഷൻ കൊടുത്തു. അപ്പോൾ അന്ന് ചാനലുകളിലെല്ലാം ഇത് എന്ത് ചെയ്യുന്നു, വലിയ രീതിയിലേക്കുള്ള ഒരു വാർത്തകൾ ഒക്കെ ആയിട്ട് സ്വാഭാവികമായിട്ടെല്ലാം വരുന്നു. ഏജ് റിലാക്സേഷൻ കൊടുത്ത് ഇതിലേക്ക് വരുന്നു എന്ന് ഒരു നല്ല രീതിയിലേക്കൊരു മീഡിയ നറേറ്റീവ് ഒക്കെ പോകുന്നു. അപ്പോൾ ഏജ് റിലാക്സേഷൻ കിട്ടി, ഞാൻ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു. അതാകുമ്പോഴും ഈ പറയുന്ന വലിയ ഏജൊന്നുമില്ല, വലിയ ഏജൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു, ഇടുക്കിയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്നു. നല്ല രീതിയിലേക്ക് നമ്മുടെ വെള്ളത്തിൻ്റെ വ്യത്യാസമുണ്ട്, ഭക്ഷണത്തിൻ്റെ വ്യത്യാസമുണ്ട്, ജീവിതശൈലിയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ക്ലോറിൻ വെള്ളം നല്ല രീതിയിലേക്ക് മുടി കൊഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ ഓവർ ബ്യൂട്ടി കോൺഷ്യസ് അല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും തലയിൽ മുടിയുടെ എണ്ണം പോകുന്നതിൻ്റെ ഇത് നമ്മൾ നോക്കിയിട്ടില്ല വാസമാണ്. അപ്പോൾ ഞാൻ KSU പ്രസിഡൻ്റായിട്ട് വരുമെന്ന് പിറ്റേ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു പോസ്റ്റ് അയച്ചു തരിക. പോസ്റ്റ് അയച്ചു തന്നപ്പോഴത്തേക്കും 42 വയസ്സുള്ള വിദേശത്ത് ഭാര്യയും 2 മക്കളുമായി ജീവിക്കുന്ന യുവാവിനെ എന്ത് ചെയ്യുന്നു, നൂലിൽ കെട്ടി KPCC ഇറക്കിയിരിക്കുന്നു. അതായത് എൻ്റെ പാസ്റ്റ് അറിയാത്ത അല്ലെങ്കിൽ ഇതൊന്നും, അതായത് ഈ അന്തം സൈബർ കമ്മികൾ എന്ന് പറയുമല്ലോ, അന്തം സൈബർ കമ്മികൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ തൊഴിലെന്ന് പറയുന്നത് ഇന്ന് ആരെ ചീത്ത വിളിക്കണം, ഇന്ന് ആരെ എന്ത് ചെയ്യുന്നു ബോഡി ഷെയിം നടത്തണം, അല്ലെങ്കിൽ ഇന്ന് ആരെ മോശക്കാരാക്കിയിട്ട് ചിത്രീകരിക്കണം, അത് അവരൊരു തൊഴിലാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് CPM വലിയ പുരോഗമനം പറയുമ്പോഴും അവരിങ്ങനെ മറ്റൊരാളുടെ എന്താ പറയുക ഒരു പേഴ്സണാലിറ്റിയെ അതിനെ നല്ല രീതിയിലേക്ക് ടാർണിഷ് ചെയ്യാൻ, അവരുടെ കോൺഫിഡൻസിന് ഇടിച്ചു കളയാൻ വേണ്ടിയിട്ട് വലിയ പർപ്പസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നറേഷൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോലും എന്ത് ചെയ്യുന്നു, നമ്മൾ ആ നറേഷൻ കാണുമ്പോൾ ഒരു നിമിഷം നമ്മൾ പോലും എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം മനുഷ്യരാണല്ലോ, നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രയാസം സ്വാഭാവികമായിട്ടും ഉണ്ടാവുക എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വന്ന നറേഷൻ അന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇവരൊരു സ്റ്റോറി ബിൽഡ് ചെയ്തു, അത് പ്ലാൻ ചെയ്തു, അതങ്ങ് നല്ല രീതിയിലേക്ക് അങ്ങ് പ്രൊപ്പഗേറ്റ് ചെയ്തു. CPMൻ്റെ സൈബർ മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു 1000 to 10,000 പേജുകളിലേക്ക് എന്ത് ചെയ്യുന്നു അറ്റ സിംഗിൾ സ്ട്രെച്ചിലേക്ക് സാധനം വിടുകയാണ്. അപ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് ഒരു നറേഷൻ കയറി വന്നു. എന്ത് ചെയ്യുന്നു, 42 വയസ്സുള്ള, ഞാൻ പോലും കാണാത്ത എൻ്റെ ഭാര്യ, ഞാൻ പോലും കാണാത്ത എൻ്റെ 2 മക്കള്, ഞാൻ പോലും എന്ത് ചെയ്യുന്നു, ഞാൻ KSU പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഞാനൊരു പാസ്പോർട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിദേശത്തേക്ക് ആദ്യമായിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ഇന്ത്യക്ക് പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പം ഞാൻ പോലും അറിയാണ്ട് ഇങ്ങനെ ഒരു സ്റ്റോറി ഇങ്ങനെ കുക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അങ്ങ് തള്ളി വിടുവാണ്. അല്ല, അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല ആളുകളും ഇതൊന്നും കണ്ടിട്ടില്ല, ഒന്നൊരു ഹോംവർക്ക് പോലും നടത്തിയിട്ടില്ല. ഞാൻ തേവര കോളേജിലെ KUCന്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ 2 തവണ ആയി വിജയിച്ച് കയറിയ ആളാണ്. കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരുന്നു. അതിനുശേഷം അസംബ്ലി കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു, തെരഞ്ഞെടുപ്പിലൂടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി, NSU നാഷണൽ കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റ്. പടിപടിയായിട്ടാണ് എൻ്റെ പൊളിറ്റിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നൂലിൽ കെട്ടി ഒരു നിമിഷം ഇറക്കി എന്ന് പറയുമ്പോൾ ഇവരൊക്കെ എന്ത് ഹോംവർക്ക് നടത്തിയിട്ടാണ്.